നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടായാലും നമ്മൾ സ്നേഹിക്കുന്നവരുടെ സ്നേഹം നല്ല രീതിയിൽ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ഒരു സങ്കടമാവും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കം, കാമുകന്മാർ തമ്മിലുള്ള പിണക്കം, ഇവയൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു കാളി മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. മന്ത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ സംബന്ധമായിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ ചോദിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ആ മന്ത്രം ജപിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് വെള്ളിയാഴ്ച രാത്രിയിൽ 108 തവണയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച രാത്രിയിൽ 108 തവണയാണ് നമ്മൾ ജപിക്കേണ്ടത്. ഈ 2 സമയങ്ങളിലായിട്ടാണ് ഈ ഒരു മന്ത്രം നമ്മൾ പ്രയോഗിക്കേണ്ടത്. ആ മന്ത്രം നമുക്കൊന്ന് നോക്കാം. ഓം ഹ്രീം ക്രീം കാളികപാലധാരിണി ത്രൈലോക്യമോഹന സർവഭൂതേ ജഗത് മോഹയ മോഹയ സ്ത്രീണാം പുരുഷസ്യ തത് മോഹിന്യേ സർവേഷാം മോഹാകർഷയ സ്വാഹ. ജപിക്കുമ്പോൾ എത്ര പിണങ്ങിപ്പിരിഞ്ഞ് അല്ലെങ്കിൽ വൈരാഗ്യത്തിലായി ഇനി ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ വിചാരിച്ച ആളുകൾ വളരെ വേഗം നമ്മുടെ ഈ ഒരു വശ്യമന്ത്രത്തിൻ്റെ ശക്തിയാൽ നമ്മളോട് അടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുന്ന വേളയിൽ നമ്മൾ ആദ്യം കാളീദേവിയോട് പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് മുഴുവനും നമ്മുടെ ആ ഒരു വ്യക്തിയുടെ മുഖമാണ് നമ്മൾ മനസ്സിൽ ധ്യാനിക്കേണ്ടത്. അതുപോലെ മന്ത്രജപശേഷം ആ ഒരു വ്യക്തിയുടെ പേരും നാളും പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ 2 ദിവസമാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഈ 2 ദിവസത്തിൽ നമ്മൾ ശാരീരികമായിട്ട് ശുദ്ധിയായ ശേഷമാണ് ഈ ഒരു മന്ത്രജപത്തിനായിട്ട് ഇരിക്കേണ്ടത്. വടക്ക് ദിശയിലേക്കാണ് നമ്മൾ ദർശനമായിട്ടിരിക്കേണ്ടത്. എന്തെങ്കിലും ഒരു പലകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരിച്ച ശേഷം അതിന് മുകളിൽ ഇരുന്നാണ് നമ്മൾ ജപം ചെയ്യേണ്ടത്. അതുപോലെ സസ്യാഹാരങ്ങൾ മാത്രം കഴിച്ചാണ് അന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു മന്ത്രത്തിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ വെറും 2 ദിവസം മാത്രമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ സ്നേഹം നമുക്ക് തിരികെ പൂർവാധിക ശക്തിയോടുകൂടി ലഭിക്കാൻ ഈ ഒരു മന്ത്രം നമ്മളെ സഹായിക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.